ഗൈസ്, ലെറ്റ്സ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൺ പീസിൻ്റെ ഫൈനൽ ഫൈറ്റ്സിനെ പറ്റിയുള്ള കാര്യമാണ്. സോ ആ വീഡിയോയിലേക്ക് കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ചാനലിനെ പറ്റി കുറച്ച് കാര്യം പറയുന്നത്. അതായത് ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 years കൂടുതലായി. ഇപ്പം വീഡിയോസ് ഇട്ടിട്ട് 2 years ആയി, 2 years അടുപ്പിച്ചായി. അപ്പം കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം എൻ്റെ പഠിത്തവും, ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് ആ പഠിത്തമൊക്കെ കാരണമാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതായിപ്പോയി. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ 2-3 days കൂടുമ്പോൾ ഒരു വീഡിയോ എന്തായാലും ഇട്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇടാൻ പോകുന്നത്, ചാനലിലൂടെ ഇടാൻ പോകുന്നത്. സോ ഉറപ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു വീഡിയോയിലേക്കാണ്. സോ ഗൈസ്, അപ്പം വൺ പീസിൻ്റെ ഫൈനൽ സാഗ എത്തിയെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാണ്, നമ്മുടെ ഓർഡർ തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. സോ ഈ ഫൈനൽ സാഗ, അതായത് ഈ അങ്ങോട്ടുള്ള 2-3 years കൊണ്ട് തന്നെ നമ്മൾ ഈ വൺ പീസ് എൻഡ് ആവും. സോ ആ ഒരു ടൈം പീരീഡിൽ നടക്കാൻ പോകുന്ന ഫൈനൽ ബാറ്റിൽസ്, അവസാനത്തെ ലാസ്റ്റ് ഇയർ വരെയുള്ള ആ ബാറ്റിൽസ് ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ 2-3 years വൺ പീസ് എൻഡ് ആവുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്ന ആ ഫൈനൽ ബാറ്റിൽസ് ആരൊക്കെ തമ്മിലാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ. അപ്പം എനിക്ക് തന്നെ അറിയാം, ഈ ലിസ്റ്റിൽ ഇപ്പം സോറോ വീസ് മിയോക്ക് ഫൈറ്റ്, അതിപ്പം പ്രഡിക്റ്റബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അതെന്തായാലും നടക്കും, ഷുവറാണ്. അത് ലെജൻഡറി ബാറ്റിലും ആയിരിക്കും. അത് ഞാൻ മോസ്റ്റ് വെയിറ്റഡ് ആയിട്ടൊരു ബാറ്റിലായിരിക്കും അത്, സോറോ വീസ് മിഹോക്ക്. കാരണം വൺ പീസ് കാണുന്ന ഫാൻസിന് ഉറപ്പായിട്ടും, വൺ പീസ് ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈറ്റാണ്, കാണാൻ ആഗ്രഹിക്കുന്ന ഫൈറ്റാണ് മിഹോക്കും സോറോ തമ്മിലുള്ള ഫൈറ്റ്. സോറോ അത് ഉറപ്പായിട്ടും ജയിക്കും, നല്ലൊരു വിന്നായിരിക്കും അത്. അപ്പോൾ പിന്നെയുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എന്താ, അക്കൈനും സാബുവായിട്ടുള്ള ഫൈറ്റ്. എന്ന് വെച്ചാൽ ഏസിൻ്റെ ഡെത്തിന് ശേഷം സാബുയ്ക്ക് ആ ഫ്രൂട്ട് കിട്ടുകയും സാബു ആയിരിക്കും ഇതിൻ്റെ റിവെഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ ആ ഫൈനൽ ഫൈറ്റിൽ അക്കൈനുമായിട്ട് സക്കാസുക്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യമാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല നടക്കാൻ പോകുന്നത്. സക്കാസുക്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് സാബു അല്ല, അത് ഡ്രാഗനാണ് നമ്മുടെ അക്കൈനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഡ്രാഗൺ റെവല്യൂഷൻ്റെ മെയിൻ ലീഡറാണ്, മറൈനിൻ്റെ ഇപ്പം മെയിൻ ആളാണ് അക്കൈൻ. സോ ഫൈനൽ ബാറ്റിൽ ഇവർ തമ്മിലുള്ള ഇവരുടെ ഇതിലാണ് എന്താ, രണ്ടുപേരെയും തോട്ട്സ് തമ്മിലുള്ള ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് ഫൈനലി. അപ്പം സക്കാസുക്കിയും ഡ്രാഗണും തമ്മിലായിരിക്കും ഫൈനൽ ബാറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം സാബു ആരുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാബു ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഔക്കോജിയുമായിട്ടായിരിക്കും സാബു ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഐസ് vs ഒരു ഫയർ ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്, ഷുവറായിട്ടുള്ള കാര്യമാണ്. അതിന് കുറേ റീസൺസ് ഉണ്ട്. ആ റീസൺസ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. സോ നടക്കാൻ പോകുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമുസാമയും നമ്മുടെ മങ്കി ഡി ലൂഫി, നിക്ക ഫ്രൂട്ട്, അവർ തമ്മിൽ ആ ഒരു യുദ്ധമാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല നടക്കാൻ പോകുന്നത്. ഇമുസാമയും ലോക്കിയുമായിട്ടാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. ആൻഡ് ലൂഫിയും നമ്മുടെ ബ്ലാക്ക് ബിയേർഡും ടീച്ചുമായിട്ടാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ബ്ലാക്ക് ബിയേർഡും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റിൽ അവസാനം ബ്ലാക്ക് ബിയേർഡിനെ ലൂഫി കീഴ്പ്പെടുത്തുകയും ആൻഡ് ഈ സമയത്ത് ഇമുസാമയെ അടുത്ത് പരാജയപ്പെടും. അപ്പം ഒന്നുകിൽ ലോക്കി ഡെഡ് ആവും, അല്ലെങ്കിൽ ലോക്കി ഡെഡ് ആവുന്ന പോലെ ഒരവസ്ഥയിലെത്തിയിട്ട് സ്റ്റേജിലെത്തുമ്പോൾ, മരിക്കുന്ന ആ സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും ലോക്കിക്ക് സപ്പോർട്ടായിട്ട് വന്നുകൊണ്ട് പിന്നെ ഇവർ ഇമുസാമ ലൂഫി തമ്മിലൊരു വമ്പൻ ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിലാണ് ഈ ഫൈനൽ ബോസുകൾ തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നാണ് ഇമുസാമയെ നമ്മുടെ ലൂഫി തോൽപ്പിക്കാൻ പോകുന്നത്. ആ ഒരു സ്റ്റേജിൽ ലൂഫിയുടെ ഗിയർ 5ൻ്റെ തന്നെ വേറൊരു വേരിയൻറ്റ്, അല്ലെങ്കിൽ ഒരു ഗിയർ 6 എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വേറെ വേരിയൻറ്റ് നമ്മളെ കാണിക്കും. സൺഗോഡിൽ ഏറ്റവും ഫ്രീഡം ഉള്ള ആ ഫോമിലേക്ക്, ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഫോമിലേക്ക്, എക്സ്ട്രീം ഒരു ഫയർ ഫോം, അല്ലെങ്കിൽ വേറൊരു ഫോം, ഒരു വെറൈറ്റി ഫോമിൽ നമ്മൾ കാണാത്ത ആ വൈറ്റിഷ് എന്നൊരു ഓറഞ്ചൊക്കെ ചേർന്നൊരു വേറൊരു ഫോമിലേക്ക്, ഒരു ഹൈബ്രിഡ് ഫോമിലേക്ക് നമ്മുടെ ലൂഫി മാറും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്ന കുറച്ച് വേറെ ഫൈറ്റുകളുണ്ട്. ഇതിൻ്റെ അടുത്ത് സപ്പോർട്ടീവായിട്ട് നടക്കുന്ന ഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്ബാനും പിന്നെ നമ്മുടെ റെയിലിയും കൂടെ ചേർന്നിട്ട്, നമ്മുടെ ഈ അഡ്മിറൽസും അതായത് കിസാരും ഒക്കെ ആയിട്ട് റെയ്ഡിയും ഗബ്ബാനും ചേർന്നിട്ട് ഈ അഡ്മിറൽസിനെ ഒതുക്കാനുള്ള പരിപാടി ഫൈറ്റാണ് സപ്പോർട്ടീവായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഫൈറ്റ്
ഷാങ്സും ഷാങ്സ് ഇതിനകത്ത് ഇടപെടും. ഷാങ്സും ഫിഗർലാൻഡ്, ഷാങ്സിൻ്റെ ഫാദറായ ഫിഗർലാൻഡ് തമ്മിലൊരു ഫൈറ്റ് വരുന്നുണ്ട്. അതും കൺഫേംഡ് ആയിട്ട് ഓടെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇതിൽ ഷാങ്സിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഷാങ്സിൻ്റെ ആ ഒരു വില്ലൻ റോളിനെ പറ്റി പറയുന്നതാണ്. ഇതുവരെ നമ്മൾ ഗ്രേറ്റ് ഷെയ്ഡ് ഒരു നല്ലവനായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഷാങ്സിനെ കണ്ടെങ്കിൽ ഷാങ്സ് വില്ലനാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫൈറ്റ്സ് അടക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഫൈറ്റ്സ് ഒരിക്കലും പൈററ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ളത് അല്ലെങ്കിൽ പൈററ്റ്സ് മാത്രം നടത്തുന്നൊരു ഫൈറ്റ്സ് അല്ല. ഈ ഫൈറ്റിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൈററ്റ്സ്, മറൈന്, റെവല്യൂഷണറി, ഈ മറൈൻസിലെ തന്നെ വാർലോഡ്സ്, അവർ അഡ്മിറൽസ് എല്ലാം വരുന്നൊരു വലിയ എല്ലാ ഓർഗനൈസേഷനിൽ നിന്നും ഉള്ളൊരു യുദ്ധമാണ്. ഇപ്പം ഒരു കമ്പൈൻഡ് ആയിട്ടൊരു ഫൈറ്റ് ആയിരിക്കും ഈ ഫൈനൽ ബാറ്റിൽ നടക്കാൻ പോകുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ ഐഡിയൽസിനെ തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും ഈ ഫൈനൽ സാഗയിൽ നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ റെവല്യൂഷണറിയിലെ നമ്മുടെ ഡ്രാഗൺ, അവരുടെ ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് അവർ മറൈന് എതിരാണ്. അപ്പം അവരും മറൈനിലെ ആ തലവനുമായിട്ടുള്ള ഡ്രാഗണും നമ്മുടെ അക്കയുമായിട്ടുള്ള ഫൈറ്റ്. പിന്നെ അത് കണക്ക് ഇത് പിന്നെ ഇമോഷണലി കുറേ ഫൈറ്റ്സിൻ്റെ നടക്കാൻ പോകുന്നത്. അതാകുമ്പോൾ പിന്നെ പൈററ്റും വാർലോഡുമായിട്ടുള്ള ഫൈറ്റ്, അതാകുമ്പോൾ നമ്മുടെ സോറോ മീഹോക്ക് ഫൈറ്റ്. അപ്പം ഇങ്ങനെ കുറേ കമ്പൈൻഡ് ആയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഫൈറ്റ്, അല്ലാതെ ഇത് പൈററ്റ് ഗ്രൂപ്പായിട്ടുള്ളൊരു ഫൈറ്റ് അല്ല നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം വേൾഡ് ഗവൺമെൻറ്, റെവല്യൂഷണറി, പൈററ്റ്സ്, ഇതിൽ എല്ലാവർക്കും വേണ്ടത് അവരുടെ ആധിപത്യമാണ്. അപ്പം പൈററ്റ്സിൽ ഇപ്പോൾ നമ്മുടെ ലൂഫിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. പൈററ്റ്സിന് വേണ്ട ഫ്രീഡമാണ്. സോ എല്ലാം അങ്ങനെ ഒരു ബാറ്റിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ഫൈറ്റ്സ് ഇപ്പം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്, മെയിനായിട്ടുള്ള ഫൈറ്റ്സ്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ സാഞ്ചി ഇവരെ എല്ലാം ഇൻക്ലൂഡ് ആവുന്ന പല ഫൈറ്റ്സ്, അങ്ങനെ സബായിട്ടുള്ള പല ഫൈറ്റ്സ് നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചത്തുന്ന അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയെന്ന് അല്ലെങ്കിൽ ലൂഫി തോൽപ്പിച്ച പലരും, ഡോഫ്ലമിങ്കോ അടക്കം പലരും ഇതിൽ തിരിച്ചു വരികയും ലൂഫി തോൽപ്പിച്ച പലരും ലൂഫിയുടെ കൂടെ ചേരുകയും അല്ലെങ്കിൽ കുറച്ച് പേര് ലൂഫിയോട് ചേർന്ന് ബാക്കിയുള്ളവരെ എതിർക്കുകയും പിന്നെ ലൂഫിയുടെ ഫ്ലീറ്റ് എന്ന് പറഞ്ഞ് ഉള്ളൊരു ആർമി വരുന്നുണ്ടല്ലോ, ആ ആർമികളും എല്ലാം ലൂഫിക്ക് വേണ്ട എല്ലാ ആൾക്കാരും ഇതിൽ ഈ ഫൈറ്റിലുണ്ടാകും. ആൻഡ് ഇവരെ എതിർക്കാൻ വേണ്ടി ലൂഫി അടിച്ചിട്ട പല വലിയ ശക്തികൾ, ഡോഫ്ലമിങ്കോ, പിന്നെ നമ്മുടെ കൈഡോ തുടങ്ങിയവരെല്ലാം ഈ ഫൈറ്റിൽ തിരിച്ചു വരും. ഇതൊരു വമ്പ ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള ഫൈറ്റ്സിൻ്റെ കാര്യങ്ങൾ. സോ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മളാരും ഇതുവരെ ഓർഡർ റിവീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ നമ്മളടുത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരു ഫൈറ്റ്, ഫൈറ്റല്ല, ഇങ്ങനൊരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ ആരാണോ ആ ക്യാരക്ടറിനെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.